മൂന്നാറിലേക്ക് ഉള്ളൊരു യാത്രയ്ക്കായി ബുക്ക് ചെയ്ത ബസ് അന്വേഷിച്ച് ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിലും പരിസരങ്ങളിലുമൊക്കെ ഒരു വിനോദസഞ്ചാരി എത്തി. ആ ബ്ലോഗ് ഇതിനോടൊക്കെ ആളുകൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവസാനം അദ്ദേഹം അത് ബ്ലോഗാക്കി സമൂഹ മാധ്യമങ്ങളിലൊക്കെ അത് വലിയ ചർച്ചയായി. ജർമ്മൻ ബ്ലോഗറായ അലക്സാണ്ടർ ആണ് കേരളത്തിലെ കുഴപ്പം പിടിച്ച ബസ് യാത്രയുടെ അനുഭവം പങ്കുവച്ചത്. അത് മാത്രമല്ല പ്രശ്നം, ഈ ചങ്ങനാശ്ശേരി കേൾക്കുമ്പോൾ നല്ല പേരൊക്കെയല്ലേ, ചങ്ങനാശ്ശേരി സുന്ദരമാണ്. പക്ഷേ അവിടെ അത്ര സുന്ദരമായ നിലയിലല്ല, മാലിന്യമൊക്കെ പലയിടത്തും കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. അതൊക്കെ ഈ ബസ് സ്റ്റോപ്പിൻ്റെയൊക്കെ ദൃശ്യങ്ങളൊക്കെ അദ്ദേഹം വ്ലോഗിലൂടെ പങ്കുവെച്ച് നമുക്ക് സത്യം പറഞ്ഞാൽ നാണക്കേടായി. Local bus trip in India today. We're running a bit late. According to Google, this is our bus station here, but I don't think that's the right spot. ജർമ്മനിയിലെ വിനോദസഞ്ചാരിയും വ്ളോഗറുമായ അലക്സാണ്ടർ വെൽഡർ ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയിരുന്നു. അദ്ദേഹം കേരളത്തിലെത്തിയപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്നും ഒരു മൂന്നാറിലേക്കുള്ള യാത്രയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പക്ഷേ അദ്ദേഹം വളരെയേറെ പണിപ്പെട്ടു വന്നതാണ് ആ യാത്രയ്ക്ക് വേണ്ടി. ഒരു കുഴപ്പം പിടിച്ച ബസ് യാത്ര എന്ന ഒരു അടിക്കുറിപ്പോട് കൂടി ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പങ്കുവച്ചത്. അത് ഈ പറയുന്ന സ്ഥലത്ത് നിന്നാണ്. Okay, we found the actual entrance, but it looks a bit abandoned. Hello, sir. We booked a bus to Munnar. There's no bus from here? No. Where's the bus that goes to Munnar? Okay, we need to find the right bus station. It was a fail. We booked on Red Bus online, but they don't show any pickup location, nothing, and the contact number is not working. ഇവിടുത്തെ ഈ സ്ഥലം, അതായത് ഇവിടെ നിറച്ച് ചപ്പും ചവറും വേസ്റ്റും ഒക്കെ കിടക്കുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയിൽ കാണാം. ഒരുപക്ഷെ അത് ചങ്ങനാശ്ശേരി നഗരസഭയ്ക്ക് വലിയൊരു നാണക്കേടായിട്ടുണ്ട്. നിലവിൽ നമ്മൾ ഈ സ്ഥലമാണെന്ന് മനസ്സിലാക്കിയത് തൊട്ടപ്പുറത്ത് മുകളിൽ നമുക്കൊരു ഷൈമാൾ കാണാം. അദ്ദേഹം പങ്കുവയ്ക്കുന്ന ആ വീഡിയോയിലും ആ ഷൈമാൾ എടുത്ത് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം പിന്നീട് ഇവിടെ നിന്നും തൊട്ടിപ്പുറത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്കാണ് വരുന്നത്. ഇവിടെ നിറയെ ആളുകളുണ്ടായിരുന്നു. അദ്ദേഹം പലരോടും ചോദിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹമായിട്ടുള്ള ഭാഷ മനസ്സിലാക്കാത്ത ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു പ്രായംചെന്ന മനുഷ്യനാണ് അലക്സാണ്ടർ വെൽഡർക്ക് പിന്നീട് മൂന്നാറിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നത്. This one there? Yeah. Okay, thank you so much for your help. Thank you. Okay, to Munnar. Let's go. Okay. Finally made it to the bus. The people in Kerala are so friendly and helpful. The guy just checked the ticket for 1 second and said it's okay. And it's a $2 ticket for 4.5 hours. Crazy, guys. And no AC neither because the windows are open. ഈ പ്രദേശങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ ഈ പറയുന്ന ഈ സ്ഥലമൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരുപക്ഷെ അതെപ്പോഴും അങ്ങനെ കൊണ്ടു നടക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നതാണ്. ഒരുപക്ഷെ അതായിരിക്കാം, രാവിലെയോടുകൂടി ആയിരിക്കാം ഒരുപക്ഷെ ഈ അദ്ദേഹം വന്നത്. എന്തായാലും അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ വളരെ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്നും ജോബിൻ തേക്കടിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കോട്ടയം. എന്തായാലും അദ്ദേഹം അവസാനമായിട്ട് പിന്നെ പറയുന്നുണ്ട്, ഇന്ത്യ കേരളക്കാർ നല്ല ഫ്രണ്ട്ലി ആണെന്നൊക്കെ പറയുന്നതുകൊണ്ട് നമുക്ക് പിടിച്ചു വെക്കാം. പക്ഷേ ഈ മാലിന്യമിടൽ നമ്മുടെ നാട്ടിലെ എത്ര ആളുകൾ പറഞ്ഞാലും നന്നാവില്ല എന്ന് പറയും. പിന്നെ ഈ പോസ്റ്ററുകൾ ഒട്ടിക്കുന്നതിനൊക്കെ കൃത്യമായി ഓരോ സ്ഥലങ്ങളും ഒരു സ്ഥലം നിജപ്പെടുത്തി കൊടുത്താൽ നല്ലതാണ്. ഇത് കിട്ടുന്ന മതിലും അല്ലെങ്കിൽ പോസ്റ്റും ഒക്കെ കയറി എന്ത് പോസ്റ്റർ ഒട്ടിക്കുന്ന ഒരു രീതിയുണ്ട്. ഒരു പുതിയ മതിൽ കണ്ടാൽ ഉടനടി അവിടെ എന്തെങ്കിലും പതിയും. അപ്പോൾ അതിനൊക്കെ ഒരു സംവിധാനം ഉണ്ടാക്കേണ്ട ആവശ്യമാണ്. അപ്പോൾ ശ്യാമേ, നാണക്കേട് കൊണ്ടാണെങ്കിലും ഇപ്പോൾ ശ്യാം ചെന്നപ്പോൾ അവിടുത്തെ വേസ്റ്റൊക്കെ മാറ്റിയത് അല്പം ആശ്വാസം. അത് അങ്ങനെ തന്നെ തുടരട്ടെ. അത് 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും കുപ്പത്തൊട്ടിയായി മാറുമെന്തോ. എന്തായാലും അലക്സാണ്ടറിൻ്റെ വ്ളോഗ് ആകെ നാണക്കേടാക്കിയിരിക്കുകയാണ്. അതും ചങ്ങനാശ്ശേരി നഗരസഭയ്ക്ക്. കാരണം ആ നഗരസഭയ്ക്ക് മുന്നിലെ ആ വേസ്റ്റും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ ആളുകളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നല്ല അഭിപ്രായമാണ്. കാരണം ഈ മൂന്നാറിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള യാത്ര എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ എവിടെ നിന്ന് ബസ് കിട്ടും, ഈ കാര്യമൊക്കെ പങ്കുവെക്കുകയും നാട്ടുകാരൊക്കെ പങ്കുവെക്കുകയും ചെയ്തു. ആ സമയം അവിടെ ഉണ്ടായിരുന്നൊരു ചേട്ടനാണ് അങ്ങനെ ഒരു ബസ് കാണിച്ചു കൊടുക്കുകയും അതിൽ കയറ്റി വിടുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ആ ബസ്സിലെ യാത്രയും അദ്ദേഹത്തിന് അത്ര സുഖകരമായിട്ടല്ല തോന്നിയത്. പക്ഷേ നമ്മുടെ നാടൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുകയും മറ്റുമൊക്കെ ചെയ്തു. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ വിദേശികളും മറ്റുമൊക്കെ ഒരുപാട് പേർ കേരളത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ആ ദൃശ്യങ്ങളിലെ ആ ഒരു അഴുക്ക് പിടിച്ച ആ ഒരു ഇടം, അതായത് മാലിന്യങ്ങൾ റോട്ടിൽ കൂമ്പാരമായിട്ട് വലിച്ചെറിയുന്ന ആ ഒരു ശീലം, ഒരുപക്ഷെ അതൊക്കെ കാണുമ്പോൾ അവർക്ക് അയ്യേ എന്ന് വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ വ്ളോഗ് അലക്സാണ്ടർ ചെയ്തതിന് പിന്നാലെ അത് നഗരസഭ ആ പ്രദേശം മൊത്തം ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഞങ്ങളിന്ന് ചെല്ലുമ്പോഴും അവിടെ അത്തരത്തിൽ വേസ്റ്റും കാര്യങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ലായിരുന്നു. പക്ഷേ എന്തായാലും അലക്സാണ്ടർ വേണ്ടി വന്നു അവിടുത്തെ ആ ഒരു മാലിന്യം നീക്കം ചെയ്യാൻ എന്നതാണ്. ഇത് ഒരുപാട് വിദേശികളും മറ്റുമൊക്കെ കാണുന്നതാണ്. കാരണം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇവർ ഇത്തരത്തിൽ കേരളത്തിലെ റീലുകളും മറ്റുമൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഇത് ആദ്യമായിട്ട് വരികയും അത് അവരങ്ങനെ കാണാനുമൊക്കെ ഇടയാകും. നിലവിൽ മൂന്നാറിലേക്കാണ് അലക്സാണ്ടർ പോകാനെത്തിയത്. ഈ 2 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു
ഈ ചങ്ങനാശ്ശേരിയിൽ എത്തിയതും തുടർന്ന് KSRTC സ്റ്റാൻഡിൽ കയറി വഴി ചോദിക്കുകയും ബസ് എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ തിരക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ആരും അദ്ദേഹത്തോട് മോശമായിട്ട് പെരുമാറിയില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ കണ്ട ഒരു മോശപ്പെട്ടൊരു അവസ്ഥ, അതോടൊപ്പം തന്നെ ഈ വാഹനത്തിലെ യാത്രയും റോഡിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കാം അങ്ങനെ ഒരു ടാഗ് ലൈൻ അദ്ദേഹം ആ ഒരു ബ്ലോഗിന് കൊടുക്കാൻ എന്തായാലും ഇനിയെങ്കിലും അവിടെയൊക്കെ വൃത്തിയായി സൂക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ ബ്ലോഗ് കാരണമെങ്കിൽ അത് സന്തോഷം. അദ്ദേഹം മാത്രമല്ല കേട്ടോ, ഇതിനു മുമ്പൊക്കെ പല വിദേശികളും ഈ കോവളത്തടക്കമുള്ള ഈ മാലിന്യ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതിനോടൊപ്പം പറയാവുന്ന ഒരു കാര്യം, നമ്മുടെ ഒരു പ്രധാനപ്പെട്ട KSRTC ബസ് സ്റ്റാൻഡ്, സ്ഥലം പറയുന്നില്ല, ഇനി അദ്ദേഹത്തിനൊരു കുഴപ്പം വേണ്ട, അവിടെ AC വെയിറ്റിംഗ് റൂം സജ്ജമാക്കിയിട്ട് അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഒരാൾ ഇതിന് പൈസ വാങ്ങാനൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹം പേപ്പർ ചുരുട്ടി നേരെ ഫ്രണ്ടിലേക്ക് എറിയാണ്. ബസ്സുകൾ വന്ന് നിൽക്കുന്ന സ്ഥലമാണ്. ഇതൊക്കെ നോക്കി നടത്തേണ്ടവർ തന്നെ എന്തും ചുരുട്ടി നിലത്തേക്ക് എറിയുന്ന ശീലമാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പണിത് വെച്ചാലും AC വെച്ചാലും കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ വൃത്തി എന്നത് എല്ലാവരും ബേസിക്കായിട്ട് പാലിക്കേണ്ട കാര്യം. ഇല്ലെങ്കിൽ ഇതൊക്കെ വിദേശത്തുനിന്ന് വരുന്നവർ പറഞ്ഞ് നമ്മൾ നാണം കെടും.